പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് വിജയമുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് തക്ബീർ ചൊല്ലുന്നവർക്ക് വിജയമുണ്ട്. ഖുർആൻ പഠിപ്പിക്കുകയാണ്. പെരുന്നാൾ മാസപ്പിറ കണ്ടാൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ ചൊല്ലാറുണ്ടായിരുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അബീ ശൈബയുടെ നിവേദനത്തിൽ കാണുന്നുണ്ട്. വേറെയും പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട്. മഹാനായ അബൂ ഉസ്മാൻ അൻ-നഹ്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൽമാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ യുഅല്ലിമുന തക്ബീറ, ഞങ്ങളെ തക്ബീർ ചൊല്ലി പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറയും, കബ്ബിറൂ, നിങ്ങൾ തക്ബീർ ചൊല്ലണേ. പെരുന്നാളിന്റെ മാസപ്പിറ കണ്ടാൽ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് തക്ബീറാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറാ. ഇമാം ബൈഹഖി സുനനുൽ കുബ്രയിൽ രേഖപ്പെടുത്തുകയാണ്. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമാണ് തക്ബീർ. അല്ലാഹുവിന്റെ ഉന്നതിയെ പറയുകയാണ്. അല്ലാഹുവേ, ഞാൻ എത്ര നോമ്പെടുത്തിട്ടുണ്ടെങ്കിലും എത്ര നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിലും അല്ലാ, നീയാണ് വലിയവൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പ്രപഞ്ചത്തിലേക്ക് ആദ്യം നമ്മൾ വന്നപ്പോൾ ആദ്യം കേട്ട വാക്ക് ഞാൻ ഒന്നുമല്ല, അല്ലാഹു അക്ബർ, അള്ളയാണ് കേട്ടോ വലിയവൻ. ഇവിടെ നിന്ന് ധിക്കരിക്കരുത്. ഭൂമിയിൽ കുറഞ്ഞ കാലം ജീവിക്കുന്നതിനിടയിൽ നീ ധിക്കരിക്കാൻ പാടില്ല. ആദ്യം നമ്മൾ കേട്ട വാക്കതാണ് അല്ലാഹു അക്ബർ. ഞാൻ ഒന്നുമല്ല, പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട. നീ ആരുമല്ല, അല്ലാഹുവാണ് വലിയവൻ. ഇതാണ് നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിലേക്ക് വന്നപ്പോൾ ആദ്യം കേട്ട വാക്ക്. ആ തക്ബീറിന്റെ ശബ്ദമാണ് പിന്നെ ജീവിതത്തിൽ ഉടനീളം ഏതെല്ലാം ഇബാദത്തുകളിലാണ്. നമ്മുടെ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമാണ്. അല്ലാഹു അക്ബർ. ഇങ്ങനെ ഏതെല്ലാമോ സമയങ്ങളിൽ അനവധി ഘട്ടങ്ങളിൽ നാം അല്ലാഹുവിന് തക്ബീർ ചൊല്ലുന്നവരാണ്. പെരുന്നാളിനോടനുബന്ധിച്ച് അല്ലാഹുവിന്റെ പേര് പറയുകയും തക്ബീർ ചൊല്ലുകയും ചെയ്ത് എന്നിട്ട് പെരുന്നാൾ നിസ്കരിച്ചവര് അവര് വിജയികളാണ്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. പെരുന്നാൾ നിസ്കാരം നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടെ നിർവഹിക്കേണ്ടതാണ്. പുരുഷന്മാര് പള്ളിയിലേക്ക് പോകുന്നവരാണ്. എന്നാൽ സഹോദരിമാരെ, നിങ്ങൾ വീടുകളിൽ നിന്ന് പെരുന്നാൾ നിസ്കരിക്കേണ്ടവരാണ്. നിങ്ങൾ പള്ളിയിലേക്ക് പോകേണ്ടതില്ല. ഏതെങ്കിലും ഈദ്ഗാഹുകളിലേക്ക് പോകേണ്ടതില്ല. വീട്ടിൽ വെച്ച് പെരുന്നാൾ നിസ്കരിക്കുക. പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി 1ാമത്തെ റക്അത്തിൽ വജ്ജഹത്തുവിന് ശേഷം 7 തക്ബീറും ഓരോ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ശേഷം സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷം ഒരു സൂറത്ത് ഓതി 2ാമത്തെ റക്അത്തിൽ 5 തക്ബീറും ഓരോ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഫാത്തിഹ ഓതി സൂറത്ത് ഓതി അത്തഹിയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്നു.
ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം. അതാണ് ഉമ്മമാർക്ക് വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങൾക്ക് ഖുതുബ സുന്നത്തില്ല. പുരുഷന്മാർക്ക് പള്ളിയിൽ ചെല്ലുമ്പോഴാണ് ഖുതുബ സുന്നത്തുള്ളത്, പുരുഷന്മാർക്കാണ് ഖുതുബയുള്ളത്. പള്ളികളിൽ ഖുതുബയുണ്ടാകും. ഞാൻ ഈ നിസ്കാരത്തെ പരിചയപ്പെടുത്തിയത് ഉമ്മമാർക്ക് വേണ്ടിയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിലുള്ള ഖതീബമാർ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് എന്തായാലും ആ നിസ്കാരത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. എന്നാൽ ആ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം വെറും സാധാരണ നമ്മൾ നിസ്കരിക്കുന്നത് പോലത്തെ 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ കൂലി കിട്ടും. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം അതാണ്. ഇനി ആരോടെങ്കിലും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് 1-ാമത്തെ റക്അത്തിൽ ചൊല്ലേണ്ട 7 തക്ബീർ മറന്നുപോയി, നിസ്കാരത്തിന് ഒരു കുഴപ്പമില്ല, നിസ്കാരം സ്വഹീഹാകും. മാത്രമല്ല 7 തക്ബീറുകൾ ചൊല്ലുന്നതിന് മുമ്പ് ഒരാൾ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു, മറന്നിട്ട് ഫാത്തിഹ ഓതിപ്പോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയതിന് ശേഷമാണ് തക്ബീർ ചൊല്ലിയില്ലല്ലോ ഓർമ്മ വന്നത്. ഉടനെ തന്നെ തക്ബീറിലേക്ക് മടങ്ങേണ്ടതില്ല. അങ്ങനെ മടങ്ങുന്നുവെങ്കിൽ ആ തക്ബീർ അത് ലഗ്വായി പോകും എന്ന് തുഹ്ഫ പോലെയുള്ള കിതാബുകളിൽ കാണാം. ലഗ്വാവുക എന്ന് പറഞ്ഞാൽ ആ തക്ബീർ അസ്ഥാനത്തായി പോകും. പെരുന്നാൾ നിസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് ഉടൻ നമ്മൾ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് തക്ബീർ 7 തക്ബീർ വിട്ടുപോയല്ലോ, തിരിച്ചു വരേണ്ടതില്ല. അതങ്ങനെ തന്നെ അങ്ങോട്ട് തുടരുക. 1-ാമത്തെ തക്ബീറിൽ ആ 7 തക്ബീർ 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലിയിട്ടില്ല എന്ന കാരണത്താൽ 2-ാമത്തെ തക്ബീറിൽ 5 തക്ബീർ ചൊല്ലുന്നത് കൊണ്ട് വിരോധമില്ല. 5 തക്ബീർ ചൊല്ലാവുന്നതാണ് 2-ാമത്തെ റക്അത്തിൽ. ചുരുക്കത്തിൽ പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്. അടുക്കളയിലെ തിരക്കിനിടയിൽ സഹോദരിമാരെ പെരുന്നാൾ നിസ്കാരം മറന്നുപോകരുത്. വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ഉമ്മമാരെ, നിങ്ങൾ ഇമാമായി നിൽക്കൂ. നിങ്ങളെ പെൺമക്കൾ പിന്നിൽ നിൽക്കട്ടെ, നിങ്ങളുടെ അനുജത്തി പിന്നിൽ നിൽക്കട്ടെ. അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ കൂലി എത്രയാണ്? പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്. പെരുന്നാൾ ആഘോഷമാണ്, ആഭാസമല്ല. ഒരു പെരുന്നാളിന്റെ പേരിൽ ഹറാമുണ്ടാകാൻ പാടില്ല. പെരുന്നാളിന്റെ പേരിൽ അന്യപുരുഷന്മാർ തമ്മിൽ ഇടകലർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊട്ടിപ്പാടാൻ ഇസ്ലാമിൽ അനുവാദമില്ല. പെരുന്നാളിന്റെ പേരിൽ അന്യപുരുഷന്മാരുടെ കൂടെ വാഹനത്തിൽ തനിച്ച് യാത്ര ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദമില്ല. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അനുജന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല. ഞാൻ നാട്ടിലില്ലാത്ത സാഹചര്യമാണ്. എൻ്റെ ഭാര്യയ്ക്ക് അവളെ വീട്ടിലേക്ക് പോകണം. കൊണ്ടുപോയി വിടാൻ വീട്ടിൽ വേറെ ആരുമില്ല, എൻ്റെ അനുജൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ അനുജന്റെ കൂടെ ഭാര്യ, അതാ എൻ്റെ ഭാര്യ, ആ അനുജന്റെ കൂടെ ബൈക്കിന്റെ പിന്നാലെ അവളെ വീട്ടിലേക്ക് പോവുകയാണ്. സൽക്കാരത്തിനായാലും വേറെ ആവശ്യങ്ങൾക്കായാലും അതനുവദനീയമല്ല. പ്രിയമുള്ള രക്ഷിതാക്കളെ, അങ്ങനെ പറഞ്ഞു വിടുന്ന നിങ്ങൾ കുറ്റക്കാരാണ് കേട്ടോ. ഒരു പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിൽ ഹറാമ് ചെയ്തു കൂട്ടാൻ പാടില്ല. നാം ഈ 30 ദിവസം അല്ലെങ്കിൽ റമദാനിലെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആത്മീയമായ ചൈതന്യം ഒരൊറ്റ പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിൽ നശിപ്പിച്ചു കളയാൻ, നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. പെരുന്നാൾ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, പെരുന്നാൾ രാത്രിയിൽ ദുആക്ക് വലിയ ഇജാബത്താണ്. പെരുന്നാൾ ദിവസം കുളിക്കൽ സുന്നത്താണ്. അങ്ങനെ കുളിക്കുന്ന സമയത്തും പ്രത്യേകം നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. ഞാനിതാ പെരുന്നാളിന്റെ സുന്നത്ത് കുളിക്കുകയാണ്. ഈ നിയ്യത്ത് വെച്ച് കുളിച്ചാൽ അവിടെ കൂലിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്നുണ്ട്. അവിടെ ചില ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്.
മഹദിയായ സയ്യിദത്തുനാ ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ, മഹദിയായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തംറാത്ത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പം ഈത്തപ്പഴം കഴിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കലാണ് അഫ്ളല്, ഏറ്റവും ശ്രേഷ്ഠമായത്. അങ്ങനെയാണ്. ചെറിയ പെരുന്നാളിൻ്റെ അന്ന് നിസ്കരിക്കുന്നതിന് മുമ്പ്, പള്ളിയിൽ പോകുന്നതിന് മുമ്പാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇതിനർത്ഥം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കാൻ പറ്റൂല എന്നല്ല. അതേസമയം ബലി പെരുന്നാളിന്റെ സമയത്ത് പെരുന്നാൾ നിസ്കാര ശേഷമാണ് ഭക്ഷണം കഴിക്കൽ ഏറ്റവും സുന്നത്തുള്ളത്. കാരണം ഉളുഹിയ്യത്തിന്റെ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുന്ന ആ വയറ്റിലേക്ക് ആദ്യം എത്തുന്നത് ഉളുഹിയ്യത്തിന്റെ മാംസമാവാൻ വേണ്ടിയാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയ പെരുന്നാളിന്റെ അന്ന് ഒരു ഭക്ഷണം കഴിക്കാതെ പള്ളിക്ക് പോകാൻ പാടില്ല. അല്പം ഈത്തപ്പഴമെങ്കിലും കഴിച്ചിട്ടേ പള്ളിയിലേക്ക് പോകാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പെരുന്നാൾ ദിവസത്തിൽ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈത്തപ്പഴം കഴിച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നതെന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്.